നമ്മുടെ ജനനം പിറവി ഇതൊക്കെ ദൈവം മുന്നേ തീരുമാനിച്ച കാര്യ. രാജു, ഈ ഉപദേശവും ഫിലോസഫിയൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വേറൊരുത്തം വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ ടോർച്ചറിങ് അവൻ ചെയ്യാൻ പോകുന്ന എന്തോ. ഓൾറെഡി അവൻ എന്നെ ടോർച്ചർ ചെയ്യുക. അവന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു. അവിടെ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അവിടെ വെച്ചെങ്ങാനും എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന എന്റെ പേടി. ഇനി മോതിരമായിട്ട് നിന്നോണ്ട് വിൽ യു മാരി മീ എന്നങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് പറയണം? മാഡത്തിന്റെ മനസ്സിൽ എന്താന്ന് പറയണം? എന്റെ മനസ്സിൽ എന്താണെന്ന് പറയേണ്ടവരോട് പറഞ്ഞിട്ട് അവർക്ക് മറുപടിയൊന്നുമില്ല. ആ റോഹനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അവനത് മനസ്സിലാക്കാൻ പോകുന്നുമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വിൽ യു മാരി മീന്ന് പിന്നെ ചോദിക്കും. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല രാജു. എനിക്കും അറിയില്ല മാഡം എന്താ ചെയ്യേണ്ടത്. രാജുരു കുറവാ. രാജുന്റെ അച്ഛൻ തരാത്തതാ രാജുന്റെ ഏറ്റവും വലിയ പ്രശ്നം. രാജു ഒരു കാര്യം ചെയ്, ഞാൻ രാജുവിന്റെ വീട്ടിൽ വരാം. എന്നിട്ട് ഞാൻ രാധമ്മയോടും വേണുവങ്കളിനോടും ഈ കാര്യം സംസാരിക്കാം. അവരെന്തായാലും ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല. മാഡം അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു തവണ മാഡം എന്റെ വീട്ടിലേക്ക് വന്നതിന് തന്നെ അംബിക മാഡം ദീപക്കും വലിയ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഒരു അംബിക മാഡോ ദീപക് സാറും അതൊക്കെ ദൈവേത് അവരുടെ കാര്യം എന്നോട് പറയില്ലേ. അവരുടെ രണ്ടുപേരുടെ കാര്യവും ആ റോഹന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ തല പൊട്ടി തെറിക്കുക. എങ്കിലും കുറച്ചെങ്കിലും സമാധാനം വേണമെങ്കിൽ എനിക്ക് രാധമ്മയെ വേണുവെങ്കിലിനെ കാണണം. അളിയനും ചേച്ചിയും അളിയന്റെയും ചേച്ചിയുടെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. മാഡം ടെൻഷൻ ആവാതിരിക്കെ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ബൈക്ക് എടുത്തിട്ട് ഗേറ്റിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡത്തിന് അങ്ങോട്ട് വരാമോ? ഇത്രയെങ്കിലും ധൈര്യം രാജുവിന് ഉണ്ടായല്ലോ. ഞാൻ വരാം. രാജു പോ. എനിക്ക് എത്രയും പെട്ടെന്ന് രാധമ്മയും വേണുവെങ്കിലിനെയും കാണണം. ശരി മാഡം, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം ഇറങ്ങി വരാൻ. ആരെങ്കിലും എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാ മാഡം പറയണം അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ ആപ്ലിക്കേഷൻ മേടിക്കാൻ പോവാന്ന. എന്നാ മാഡം ദീപക്കിനോടാണ് പറയുന്നതെങ്കിൽ സൂക്ഷിച്ചു വേണം പറയാൻ. പുറത്ത് ഫ്രണ്ട് വെയിറ്റിംഗിലാണെന്ന് പറയണം. കൂടാതെ എനിക്കൊരു സിഗ്നലും തരണം. അഥവാ ദീപക് മാഡത്തിന്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കാലോ. എന്റെ പൊന്നു രാജു, രാജു ഇത് പോവാമോ? ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ മാഡം. എന്റെ ദൈവമേ, ഈ രാജുവിന് കുറച്ചെങ്കിലും ധൈര്യം കൊടുക്കണേ. ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രതികരിക്കാനുള്ള ധൈര്യം രാജുവിന് ആകെപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുക. രാജുവിന് അതിനുള്ള ശക്തി കൊടുക്കണേ ദൈവമേ. അകലേ നോവിനാലേ